ജിൽസി സേഫു അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പോയിന്റ് നില മാറി മറിയുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പ് സേഫ് വായിച്ച പോലെ തന്നെയാണ് തൃശ്ശൂർ ജില്ല വീണ്ടും മുന്നിട്ട് തീർച്ചയായും ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ ജില്ല വീണ്ടും മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. 995 പോയിന്റാണ് നിലവിൽ തൃശ്ശൂർ ജില്ലയ്ക്കുള്ളത്. 3 പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ പാലക്കാട് നേരത്തെ കുറച്ചു പിന്നിലായിരുന്നുവെങ്കിൽ 3 പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച കാണുന്നു. ഇത് പോയിന്റ് നിലയിൽ അവസാനമായി മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 3 മത്സരങ്ങളുടെ ഫലം കൂടി വരാനുണ്ട്. അപ്പോൾ 992 പോയിന്റാണ് ഇപ്പോൾ പാലക്കാടുള്ളത്. കണ്ണൂർ 2 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ 990 പോയിന്റുമായി 3ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഗോപാൽ കൂടി ചേരുന്നുണ്ട്. ഗോപാൽ, അവസാന സമയത്തിലേക്ക് എത്തുമ്പോൾ നോക്കൂ, 1-2 പോയിന്റിന്റെ വ്യത്യാസം. എല്ലാ വർഷവും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അല്ലേ? അതെ, കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ അനിശ്ചിതത്വമായിരുന്നു. നമുക്ക് ഈ സമയത്തേക്ക് ഒരു കൃത്യമായ ഫലം വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ അവസാന ഘട്ടത്തിൽ തൃശ്ശൂരും കണ്ണൂരും തമ്മിലാണ്, അല്ല പാലക്കാടും തമ്മിലാണ് പോരാട്ടം നമുക്കൊന്ന് പറയാൻ പറ്റും. പക്ഷേ അപ്പോഴും ഇനി 3 ഇനങ്ങളുടെ ഫലം വരാനിരിക്കുന്നു. ആ ഫലം വരാനിരിക്കുന്നതിൽ ഒരിനം മാത്രമാണ് വേദിയിൽ കളിക്കുന്നത്. അതായത് 2 ഇനങ്ങൾ പൂർത്തിയായി. ആ 2 ഇനങ്ങളുടെ ഫലം എപ്പോൾ വേണമെങ്കിലും വരാം. ആ ഇനങ്ങൾ കൂട്ടി വരുമ്പോൾ ആരാണ് 2 ടീമുകളും 1000 കടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് ഏറ്റവും പ്രധാനപ്പെട്ട 1000 പോയിന്റ് എന്ന് പറയുന്ന ഒന്നും വലിയ പാടുള്ള കാര്യമല്ലാതെ തെളിയിക്കുന്ന തരത്തിലേക്ക് 1000 കടക്കുന്ന 2 ടീമുകൾ, ഈ ആദ്യ 3 സ്ഥാനത്തേക്ക് എത്തുന്ന ടീമുകൾ എടുത്തു നോക്കിയാൽ ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ കൃത്യമായ മേൽക്കൈ കൊണ്ടുവരാൻ സാധിച്ച ടീമുകളല്ല ഈ 2 ടീമുകൾ. അതായത് തൃശ്ശൂരും പാലക്കാടും എടുത്തു പറയുകയാണെങ്കിൽ ഒരു മാരത്തോൺ ഓടുന്ന പോലെയായിരുന്നു അവർ ഈ കലോത്സവത്തിൽ ഓടി വന്നിരുന്നത്. അതായത് ആദ്യം പതിഞ്ഞ താളത്തിൽ പതിയെ ആദ്യ റൗണ്ടുകൾ പതിയെ ഓടി പതുക്കെ കയറി. പാലക്കാട് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ആദ്യ 3 എപ്പോഴെങ്കിലും ഒക്കെ വന്നു പോയിരുന്നു. പിന്നീട് അവസാന ലാപ്പിൽ ഒരു കുതിപ്പ്, ആ കുതിപ്പ് ചില്ലറ കുതിപ്പൊന്നുമല്ല. അതിൽ വമ്പന്മാരായ കണ്ണൂരും കോഴിക്കോടും വീണു വന്നതാണ്. കണ്ണൂരും കോഴിക്കോടും തമ്മിലായിരുന്നു കഴിഞ്ഞ തവണ അന്തിമഘട്ട പോരാട്ടം ഉണ്ടായിരുന്നു. ഇത്തവണ കണ്ണൂർ ചിത്രത്തിലേ ഇല്ല. 985 പോയിന്റുമായി 4ാമതാണ്. 10 പോയിന്റ് വ്യത്യാസമുണ്ട് 1ാമത് നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയുമായി. അതുകൊണ്ട് തന്നെ കോഴിക്കോടിന് ഇനി ഒരു തിരിച്ചുവരവ് അപ്രാപ്യമാണ്. പക്ഷേ വേണമെങ്കിൽ കണ്ണൂരിന് ഇനിയുള്ള എല്ലാ ഇനങ്ങളിൽ പോയിന്റ് കൂടുതൽ കിട്ടുകയും മറ്റ് ജില്ലകൾ തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടിനും പോയിന്റ് കുറവാകുകയും ചെയ്താൽ വേണമെങ്കിൽ ഒരു അത്ഭുതം സംഭവിച്ചാൽ കണ്ണൂരിന് ഒരു 1ാം സ്ഥാനം പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 26 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് വരുന്നു. 1999 അവസാനമായി 21ാം നൂറ്റാണ്ട് ഷംസീറാണ് നേരത്തെ അത് പറഞ്ഞത്. 2000 പിറന്നതിന് ശേഷം, മില്ലേനിയം ആയതിനു ശേഷം ഇതുവരെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിക്കാൻ, വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എത്തിക്കാൻ ഇതുവരെ തൃശ്ശൂരുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ആ കാഴ്ച ഇത്തവണ ഒരു 26 വർഷത്തിന് ശേഷം അർജന്റീന 28 വർഷത്തിന് ശേഷം കപ്പെടുത്തതുപോലെ 26 വർഷത്തിന് ശേഷം 117 പവന്റെ ആ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് പോകുമോ? അതോ 2019-20 കാലഘട്ടത്തിൽ കാസർഗോഡ് കലോത്സവം നടന്നു. ആ കാസർഗോഡ് കലോത്സവത്തിലാണ് അവസാനമായി പാലക്കാട് കപ്പ് ഉയർത്തുന്നത്. അങ്ങ് വടക്കേ അറ്റത്ത് ഒരു കലോത്സവം നടക്കുന്നു, അന്ന് പാലക്കാട് എടുക്കുന്നു. ഇന്ന് 5 വർഷത്തിന് ശേഷം ഇനി തെക്കേ അറ്റത്തൊരു കലോത്സവം നടക്കുന്നു. അപ്പോൾ വീണ്ടും പാലക്കാട് ഒരു അവസരം വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോയിൻസിഡൻസ് കൂടി ഇതിലൂടെ. എന്തായാലും ഒരു സംശയവും വേണ്ട, ഇപ്പോൾ ഫോട്ടോ ഫിനിഷ് തന്നെയാണ്. നമുക്ക് കൃത്യമായി ഒന്നും പറയാൻ സാധിക്കില്ല. ആർക്കും എപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് ആ 117 പവന്റെ സ്വർണ്ണ കപ്പ്. ഇപ്പോൾ തൃശ്ശൂർ കപ്പടിക്കുകയാണെങ്കിൽ ചരിത്രമാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഗോപാൽ സൂചിപ്പിച്ച പോലെ തന്നെ 999 ശേഷം ആദ്യമായി തൃശ്ശൂർ കപ്പടിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സവിശേഷത കാണേണ്ടത് കോഴിക്കോട് ജില്ല ഏറെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം കലോത്സവത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 20 തവണ കപ്പടിച്ച ജില്ലയാണ് കോഴിക്കോട് എന്ന് നാം ഓർക്കണം. ആ ജില്ലയാണിപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പിന്നിലേക്ക് വന്നിരിക്കുന്നത് കൂടി പ്രത്യേകമായി പറയേണ്ടതുണ്ട്. എന്താണ് കോഴിക്കോട് ജില്ലയ്ക്ക് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഏതായാലും ഏറ്റവും മികവാർന്ന രീതിയിൽ കലോത്സവത്തിൽ മത്സരിച്ച ജില്ല തന്നെ കപ്പടിക്കട്ടെ. ഇപ്പോൾ ഇവിടെ സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നോക്കുക, 5 മണിക്കാണ് സമാപന സമ്മേളനം. ഈ സമയത്തോടകം തന്നെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഏത് ജില്ലയാണെങ്കിലും ആ ജില്ലകൾ കപ്പടിക്കുന്നത് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, തിരുവനന്തപുരം നഗരത്തിലെ സാധാരണക്കാരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത്? ടീച്ചേഴ്സ് ആണോ, രക്ഷിതാക്കളാണോ, അതോ കാണാമെന്നതാണോ വെറുതെ? ടീച്ചേഴ്സാണ്. ഏത് സ്കൂളാണ്? സ്കൂൾ ഭീമപ്പള്ളി. ഏതൊക്കെ ഐറ്റത്തിന് ഉണ്ടായിരുന്നു ഇവിടെ? അറബിക് ഗ്രൂപ്പ്സോ. നമ്മുടെ ജില്ല കുറച്ച് പിന്നിലാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഏതായാലും നമ്മുടെ നാട്ടിൽ കലോത്സവം നടക്കുമ്പോൾ അത് ഏറ്റവും കളറാക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്യുന്നൊരു കാര്യം. തിരുവനന്തപുരം ജില്ലയിൽ കലോത്സവം നടക്കുമ്പോൾ അതിലേക്ക് വരിക, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ വലിയ ഈ സദസ്സാകെ നിറഞ്ഞു കവിഞ്ഞൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ തന്നെയുള്ള കാഴ്ച ഈ സമാപന ദിവസവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം 5 മണിക്ക് സമാപന സമ്മേളനം നടക്കുന്നതിന് ഈ സമയത്ത് തന്നെ ആളുകൾക്ക് മുൻനിരയിൽ തന്നെ സീറ്റ് ഉറപ്പിക്കുന്ന കാഴ്ചകൾ കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക.
സിനിമാ താരങ്ങളായ ടൊവിനോ തോമസും ഒപ്പം തന്നെ ആസിഫ് അലിയും ഒക്കെ ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തും എന്നത് കൂടിയാണ്. ഗോപാൽ, പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ പോയിന്റിൽ? നിലവിൽ അപ്ഡേറ്റുകളൊന്നും ഇല്ല ഷംസി. കാരണം ഏറ്റവും അവസാനമായ പോയിന്റ് വന്നിരിക്കുന്നത്, അതായത് ഈ ഒരു ഇനം പൂർത്തിയാവാനുണ്ട്. ഒന്നാം സ്റ്റേജ്, രണ്ടാം സ്റ്റേജ് വഴുതക്കാട് വുമൻസ് കോളേജിലാണ് ആ മത്സരം നടക്കുന്നത്. ഇംഗ്ലീഷ് സ്കിറ്റാണ് മത്സരം പൂർത്തിയാകാൻ ഇനി ബാക്കിയുള്ളത്. 18 മത്സരാർത്ഥികൾ അപ്പീൽ വഴി സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തിയ 18 അവരുൾപ്പെടെ 18 ടീമുകളാണ് ഇംഗ്ലീഷ് സ്കിറ്റിൽ മത്സരിക്കുന്നത്. അതാണ് ഈ പൂർത്തിയാകാനുള്ള ഒരേ ഒരു മത്സരം ബാക്കിയുള്ളത്. ബാക്കി 2 മത്സരങ്ങൾ ബലം വരാനായി ബാക്കിയുണ്ട്. ആ 2 മത്സരങ്ങളുടെ ബലവും ഒരു മത്സരം പൂർത്തിയാവുകയും അതിനുശേഷം അപ്പീൽ നില പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫലത്തിൽ അതൃപ്തിയുള്ളവർ അപ്പീൽ നൽകി അതിൽ നിന്നും ആർക്കൊക്കെ ബി ഗ്രേഡുകൾ എ ഗ്രേഡ് ആയെന്നും സി ഗ്രേഡുകൾ ബി ഗ്രേഡ് ആയി എന്നതൊക്കെ ആ അവസാന മണിക്കൂറിൽ ആ ഒരു കണക്ക് കൂടി ഫലത്തിനെ സ്വാധീനിക്കും. കാരണം കഴിഞ്ഞ വർഷം അവസാന നിമിഷം, അതായത് ഏകദേശം ഈ സമാപന സമ്മേളനം തുടങ്ങുന്നതിന് മിനിറ്റുകൾ ബാക്കി നിൽക്കുകയാണ് കോഴിക്കോടിനെ മലർത്തിയടിച്ചുകൊണ്ട് കണ്ണൂർ വരുന്നത്. അപ്പോഴും കോഴിക്കോട് ശംസിക്ക് ഓർമ്മയുണ്ടാവും? തീർച്ചയായും നമ്മളന്ന് അവസാന നിമിഷം ഉദ്വേഗം എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊരു എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. ജില്ലകൾ മനസ്സിലായില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഒറ്റ സെക്കൻഡിൽ ഒന്നാമത് നിന്ന കോഴിക്കോട് രണ്ടാമതാകുന്നു, കണ്ണൂർ ഒറ്റയടിക്ക് മുകളിലേക്ക് ഇരുന്നു. അപ്പോൾ എല്ലാ മത്സരങ്ങളും പൂർത്തിയായിരുന്നു, ഫലം വന്നിരുന്നു. എന്ത് മാറാനുള്ള സാധ്യതയും ഇല്ലാത്ത സമയത്താണ് പോയിന്റ് തന്നെ മാറുന്നത്. അപ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്ന് പോലും ആ സമയത്ത് നമ്മൾ സംശയിച്ചു അല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള സങ്കീർണമായ ഈ ഘട്ടങ്ങളൊക്കെ കടന്നു വേണം ഈ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത്, സ്വർണ്ണക്കപ്പിലേക്ക് എത്തുന്നത് എന്നൊക്കെ കണ്ടറിയാൻ. ഏതായാലും നമുക്കറിയാവുന്ന പോലെ ഏഷ്യയിലെ തന്നെ